ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിളും അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഡേറ്റും മോഡൽ എക്സാം ഡേറ്റും പ്രാക്ടിക്കൽ എക്സാം ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഇതുവരെ ഒന്നും അറിഞ്ഞുകൂടാണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്ടും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് പോലും അറിയാണ്ടിരിക്കുന്നവരായിരിക്കും കൂടുതലും ഈ വീഡിയോസ് കാണുന്നത്. ഓക്കെ, അതൊന്നും സാരമില്ല. ഇപ്പം നമ്മൾ +1 +2 ഒക്കെ നോർമലി അങ്ങനെയാണ്, എല്ലാവരും കളിച്ച് തിരിച്ച് നടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു +1കാർ കുറച്ചും കൂടിയിട്ട് എക്സാമിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം. +2കാർ കുറച്ചും കൂടിയിട്ട് എക്സാമിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. +1 ജസ്റ്റ് എല്ലാവരും ആ ഒരു +2 കൊടുക്കുന്ന അത്ര സീരിയസ്നെസ് പലപ്പോഴും +1 കൊടുക്കാറില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലറിയാം +1ൻ്റെയും +2ൻ്റെയും കൂടി മാർക്ക് ഒരുമിച്ച് ആഡ് ചെയ്താണ് നമ്മുടെ ഫൈനൽ +2ൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫുൾ A+ വാങ്ങാൻ നോക്കുന്നവരാവട്ടെ, അതുപോലെ നമുക്ക് പാസ്സായാൽ മതി ആവട്ടെ, എങ്ങനെ ആയാലും നമുക്ക് എന്താണ് 2 മാർക്കും കൂടിയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ +2ൻ്റെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് എനിക്ക് തന്നെ ഒരുപാട് പേരെ അറിയാം എന്താണ് ചെയ്യുന്നത്, എക്സാമിൻ്റെ തലേ ദിവസം ഏതെങ്കിലും യൂട്യൂബ് ക്ലാസ് എടുത്ത് കണ്ടിട്ട് പിറ്റേ ദിവസം തലേ ദിവസം രാത്രി മുഴുവൻ ഇരുന്ന് കാണുന്നു, രാവിലെ എക്സാമിൻ്റെ തലേ ദിവസം രാവിലെ ഇരുന്ന് കാണുന്നു, നേരെ എക്സാം പോകുന്നു, എക്സാം എഴുതുന്നു. ഇങ്ങനെയാണ് പല കുട്ടികളും ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണോ നമ്മൾ പഠിക്കേണ്ടത്? ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഒരു +1 +2 പഠിക്കുന്ന ഈ വീഡിയോസ് കാണുന്നവർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരുപാട് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസോ ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാവട്ടെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ പഠിച്ച് ഒരു പൊസിഷനിൽ എത്തിയ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ലൈഫിൽ ചുമ്മാ കളിച്ച് ചിരിച്ച് അവിടെ പോയി ഇവിടെ പോയി നടന്നാൽ പോരല്ലോ. നമുക്കൊരു റെസ്പെക്റ്റ് ഇട്ട് തുടങ്ങണം, സൊസൈറ്റിയുടെ മുന്നിൽ നമുക്ക് നല്ലപോലെ ജീവിച്ചു തുടങ്ങണം, പാരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ആ ഒരു സാധനം വേണമെന്ന് തോന്നിയാൽ നമുക്കത് വാങ്ങണം അല്ലേ. ഫ്യൂച്ചറിൽ നമുക്കത് അങ്ങനെ ഒരു ഇത് വരണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഇപ്പം നിങ്ങൾ പഠിക്കാണ്ടിരുന്നിട്ട് ഫ്യൂച്ചറിലാവുമ്പോഴത്തേക്കും പൈസ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കരിയറിൽ ഒരിടത്തും എത്താനായിട്ട് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഒരുപാട് +1 +2 ഒക്കെ വെറുതെ ചിരിച്ച് കളിച്ച് കളഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് വരുന്നത്. ഒരിക്കലും നിങ്ങൾ വർക്ക് ചെയ്യാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ചുമ്മാ വീട്ടിലിരുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയും, ജസ്റ്റ് ഇപ്പോൾ ക്ലാസ് കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടും അതുപോലെ കുറേ നാൾ കൊണ്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ടൊക്കെ എക്സാം എഴുതുന്നവരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, മേ ബി 2 പേർക്കും ഏകദേശം ഒരേപോലത്തെ മാർക്കായിരിക്കും കിട്ടുന്നത്. ബട്ട് ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും. ഹാർഡ് വർക്ക് ചെയ്യുന്നവരുടെയും അതുപോലെ നമ്മൾ ഈസി വെയിൽ പെട്ടെന്ന് കിട്ടുന്നവരുടെയും ഡിഫറൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഇനി നമുക്ക് 4 months ആണുള്ളത് എക്സാമിനായിട്ട്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇങ്ങനെ 4 months ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു 4 months കൊണ്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, എന്തൊക്കെ പഠിക്കാനായിട്ട് പറ്റും എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് നോക്കാനായിട്ട്. എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് 90% എബോവ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരു എക്സാം എഴുതുമ്പോൾ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തെറ്റായ എന്ത് സംഭവങ്ങൾ ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഓർക്കേണ്ട ഒരാളേ ഉള്ളൂ, പാരൻസിൻ്റെ ഫീസാണ്. പാരൻസിൻ്റെ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പം നിങ്ങൾ ഒരു 50 പാസ്സായി എന്ന് പറഞ്ഞ്, ജസ്റ്റ് പാസ്സായി, ഞാൻ +2 എല്ലാ സബ്ജക്റ്റിനും പാസ്സായി എന്ന് പറഞ്ഞ് പേരൻസിനോട് പോയി പറയുന്നതും, ആ സെയിം സംഭവം 90% കൂടി ഞാൻ പാസ്സായി, അല്ലെങ്കിൽ 90% എബോവോടുകൂടി ഞാൻ പാസ്സായി എന്ന് പാരൻസിൻ്റെ കൂടെ പറയുമ്പോൾ ഉള്ള അവരുടെ സന്തോഷവും തമ്മിൽ, ഹാപ്പിനെസ് തമ്മിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളാണ്. അവിടെ എനിക്ക് പറയാനുള്ളത്, ഈ 4 months മാക്സിമം വേസ്റ്റ് ആക്കാണ്ടിരിക്കുക. ഈ 4 months ഇപ്പോഴേ നമ്മളോട് ചോദിക്കത്തുള്ളൂ. ഓക്കെ, ഒരു +2 വരെ, 10th +2 വരേക്ക് നമ്മുടെ പാരൻസ് നമ്മളോട് കമ്പൽ ചെയ്യത്തുള്ളൂ. ഈ ഒരു 4 months ഇത്രയും നാൾ എന്തായാലും നമ്മൾ ഇത്രയും നാൾ കളിച്ച് നടന്നു, മീൻസ് ഒരുപാട് സമയം നമ്മൾ എന്താണ് +1 +2 ആ ഒരു സ്കൂൾ ലൈഫ് അവസാനിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു 4 months നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും. എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു +2 കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഇനി BComന് പോകട്ടെ, BBAക്ക് പോകട്ടെ, CA CMA എന്തോ ആവട്ടെ, ഈ ഒരു ബേസ് നിങ്ങൾക്ക് എപ്പോഴും വേണം. ഓക്കെ, അക്കൗണ്ടൻസി ആവട്ടെ, ഏത് സബ്ജക്ട്സ്, കൊമേഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അതാണ്. നമ്മൾ ഈ ഇപ്പം
സംഭവങ്ങളാണ്. ഈവൻ ഇൻ്റർവ്യൂസിൽ പോലും നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് സമയം കളയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റീൽസ് കാണാനും അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മൾക്ക് ഇരുന്ന് റീൽസ് കണ്ട് തുടങ്ങിയാൽ നമുക്കറിയാം ഇത് ടൈം പോകുന്ന അറിയില്ല. 3 to 4 hours ഒക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് റീൽസ് കാണാൻ പറ്റാറുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 മാസം അല്ലെങ്കിൽ ഈ നവംബർ ഡിസംബർ ഈ 2 മാസം നിങ്ങളൊരു ഹാഫ് ആൻ അവറോ ഒരു മണിക്കൂർ, ഓക്കെ, ഈ ഇത്ര ഒരു മണിക്കൂറോ ഹാഫ് ആൻ അവറോ മതി. നിങ്ങൾ ഈ ഒരു ക്ലാസ്സസ് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ക്ലാസ്സസ് കാണുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, പഠിക്കാനായിട്ട് ഇഷ്ടം, അത് നിങ്ങൾക്ക് പഠിക്കാൻ 6 സബ്ജക്ട്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് പോർഷൻസ് എങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവട്ടെ എന്ത് ചെയ്യുക, ഇപ്പോൾ കുറച്ചൊന്ന് ഫോൺ യൂസൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഹാഫ് ആൻ അവർ എങ്കിലും ഡെയിലി പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ഫെബ്രുവരി മുതലാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം 16-ാം തീയതി മുതൽ പ്രാക്ടിക്കൽ എക്സാം അല്ല, മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി മുതലാണ്. ഫെബ്രുവരി 16 മുതൽ 26 വരെ 10 ദിവസം കൊണ്ട് നമ്മൾ എക്സാം കംപ്ലീറ്റ് ആകുന്നുണ്ട്. 2026 ആണ്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം വരുന്നത് ജാനുവരി 22 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് നമ്മുടെ അക്കൗണ്ടൻസി ആണല്ലോ നമുക്ക് പ്രാക്ടിക്കൽ വരുന്നത്. പ്രാക്ടിക്കലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പബ്ലിക് എക്സാം വരുന്നത് മാർച്ച് 6 മുതൽ 28-ാം തീയതി വരെയാണ്. അത് നമുക്കറിയാം. നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 10 മുതൽ അങ്ങാണ്ടമാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസോടുകൂടി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ 4 മന്ത്സ് കൊണ്ട് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, നമുക്ക് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? വെറുതെ പോയി വീട്ടുകാരെ കാണിക്കാനൊന്നുമല്ല. നമുക്ക് വേണ്ടി പഠിക്കുക. ഓക്കെ, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തണ്ടേ? നമുക്ക് വെറുതെ ഇരുന്നാൽ പോരല്ലോ. എത്രയൊക്കെ വെറുതെ ഇരുന്നാലും എത്രയൊക്കെ ഇനി പാമ്പർ ചെയ്യുന്ന പേരൻസ് ആവട്ടെ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാൽ മാത്രമാണ്. പേരൻസിന് മുമ്പേ മാത്രമല്ല, അവർക്ക് പേരൻസിന് കൂടി അഭിമാനിക്കാൻ പറ്റും. പേരൻസിന് പോലും നമ്മുടെ സൊസൈറ്റിയുടെ മുമ്പിൽ ഒരു റെസ്പെക്റ്റ് കിട്ടും. ഓക്കെ, ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത്. ഇപ്പോൾ ഗേൾസും ബോയ്സും എല്ലാം ഒരുപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം എല്ലാവരുടെ കൂടിയിട്ടാണ് പറയുന്നത് എന്ത് ചെയ്യാൻ മാക്സിമം ഈ ഒരു 4 മന്ത്സ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. നല്ലപോലെ പഠിക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ അക്കൗണ്ടൻസിലൊക്കെ പഠിക്കുന്ന സംഭവങ്ങളാണ് എക്സാമിന് ചോദിക്കുന്നത്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാണ്ട് ഒരിക്കലും മാർക്ക് കിട്ടത്തില്ല. ചുമ്മാ പോയാൽ ഒരിക്കലും മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾ 2024-ലെ ക്വസ്റ്റ്യൻ, ഈ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം. ഈവൻ ബിസിനസ് സ്റ്റഡീസൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാവത്തില്ല. കാരണം എന്താണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് പാറ്റേൺ വന്നിട്ടുണ്ടായിരുന്നത്. ഈവൻ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ, ഈവൻ വാട്ട് ഈസ് മാനേജ്മെൻറ്റ്, അങ്ങനെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവത്തില്ല അവിടെ ഏത് ആൻസറാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ പഠിക്കണം. നല്ലപോലെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു 4 മാസം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാൻ ആൻഡ് സെറ്റ് ഗോൾ. എത്ര മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നതിൻ്റെ ഒരു സംഭവം നമുക്ക് വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പാരൻസിൻ്റെ ഫേസ് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ന് പറയാം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കളിക്കാനും അതുപോലെ തന്നെ കൂടെ നടക്കാനും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്ന നെഗറ്റീവ്സിന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കളയുന്നതിനൊക്കെ കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും. ബട്ട് ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ വേറെ എന്ത് പ്രശ്നമാവട്ടെ, നമുക്ക് ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും നമ്മൾ മാത്രമേ ഉണ്ടാവും. ആ ഒരു പ്രോബ്ലം വരാണ്ട് നോക്കണമെങ്കിൽ നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലപോലെ പഠിച്ച് നല്ലപോലെ എന്ത് ചെയ്യണം, ലൈഫ് സ്റ്റേബിൾ ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു 4 മാസം ചെയ്യേണ്ടത് പ്ലാൻ. എത്രയൊക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, ഞാൻ എന്നും മുതൽ പഠിക്കാനായിട്ട് തുടങ്ങും. ഈ 4 നിങ്ങൾ ചിന്തിക്കുക, ഇന്നും കൂടി പോവാം അല്ലെങ്കിൽ ഇന്നും കൂടി കളിച്ച് നടന്നിട്ട് നാളെ പഠിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ 4 മാസവും കൂടി നല്ലപോലെ പഠിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ സക്സസ് ആവാൻ പറ്റും
എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ നമ്മുടെ വേൾഡ് അറിയാമല്ലോ, ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുവാണ്. എല്ലാവർക്കും ഇപ്പം നല്ലപോലെ നല്ല എഡ്യൂക്കേഷനും അതുപോലെ നല്ല സർട്ടിഫിക്കറ്റ്സും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പം നമ്മളിപ്പോൾ ഇതുപോലെ പഠിക്കാണ്ട് ജസ്റ്റ് പാസ് മാർക്കൊക്കെ വാങ്ങി നടന്നാൽ നമുക്കൊക്കെ ആരെങ്കിലും ജോലി തരില്ല. നമുക്ക് എല്ലാവരുടെയും പിടിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അപ്പം നിങ്ങൾക്കൊരു മനസ്സിലായ ഐഡിയ വേണം, ഫ്യൂച്ചർ ഇങ്ങനെ ആവണം, അതിന് വേണ്ടി ഞാൻ പഠിക്കും, ഈ 4 മാസം കൂടി പഠിച്ചാൽ മതിയല്ലോ, അത് കഴിഞ്ഞ് പഠിക്കേണ്ടതെന്നല്ല, അത് കഴിഞ്ഞ് നമുക്ക് ഇത്രയും പ്രഷർ വരത്തില്ല. അത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ കരിയർ നിർണ്ണയിക്കുന്നത് ഈ ഒരു +2 മാർക്കാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ ഇനി ഏത് കരിയറിലേക്കാണ് പോകുന്നത് എന്ന് ഫിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം നമ്മളിത് ബേസ് ചെയ്തിട്ടായിരിക്കും നടത്തുന്നത്. പിന്നെ ഓരോ ടോപ്പിക് ഓക്കെ, അപ്പോൾ പ്ലാൻസ് ആൻഡ് സെറ്റ് ഗോൾസ് മനസ്സിലായാലോ. ദെൻ അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്. നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഒരുപാട് പേര് ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് പേര് പറയുന്നൊരു പ്രശ്നമാണ് ബിസിനസ് സ്റ്റഡീസ് ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും തലേന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല, മറന്നു പോകുന്നു എന്നൊക്കെ ഉള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു എക്സാമ്പിൾ ഇപ്പോൾ +2കാരെ സംബന്ധിച്ച് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. ആ പ്ലാനിങ് ചാപ്റ്റർ നോക്കി ഇപ്പോൾ നമ്മളൊരു ടൂറ് പോകാനായിട്ട് ചെയ്യുന്നു. നമ്മളത് എന്ത് ചെയ്യും, എവിടെ പോകണം, എവിടെ പോകണം, എങ്ങനെ പോകണം, ആരൊക്കെ കൂടെ കാണും, അതിന് നമ്മളെ ബഡ്ജറ്റ് എത്രയാക്കിയുണ്ട്, ഇത്രയും കൂടി നമ്മൾ ഫിക്സ് ചെയ്യൂലേ. ഇത്രയും ഫിക്സേഷൻ എല്ലാം കൂടി ഒരു ബിസിനസ് ആക്ടിവിറ്റി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. അതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത് ബിസിനസ്സിലെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ക്ലാസ്സൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മാനേജ് ടൈം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം നിങ്ങൾ തന്നെ കണ്ടെത്തുക. എനിക്ക് പഠിക്കാൻ ടൈമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. പഠിക്കണം എന്നുണ്ട്, പക്ഷെ പഠിക്കാൻ ടൈം കിട്ടുന്നില്ല, അവിടെ ഉണ്ട്, ഇവിടെ പോകണം. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, നിങ്ങൾ സക്സസ്സിലെത്തണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം. അതിനുള്ള ടൈം കണ്ടെത്തേണ്ടതും നിങ്ങൾ തന്നെയാണ്. എങ്ങനെയൊക്കെ പോയാലും ഈ ഒരു 2 months, ഈ ഒരു നവംബർ, ജാനുവരി, ഡിസംബർ, ഓക്കെ, നവംബർ, ഡിസംബർ, ഈ ഒരു 2 months ഒരു ½ an hour, ഒരു 1 hour, മിനിമം 1 hour എങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, എന്തെങ്കിലുമൊക്കെ പോർഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഫിക്സ് ചെയ്യുക, ഞാൻ ഇത്രയും ദിവസം ഈ ഒരു ഓപ്ഷൻസ് പഠിക്കുമെന്നുള്ളത്. പിന്നെ പ്രാക്ടീസ് പ്രീവിയസ് ഇയർ, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇതിലൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻ എനിക്കറിയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആദ്യം എടുക്കാൻ നിങ്ങൾക്ക് തോന്നും ഒന്നും അറിയത്തില്ല, അതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസ്, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുക, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മളിങ്ങനെ മറച്ച് പോകുമ്പോൾ തന്നെ നിങ്ങൾ എന്തോരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ കാണുമെന്നറിയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുകയെങ്കിലും ചെയ്യും. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോൺ യൂസ് മാക്സിമം കുറയ്ക്കുക വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഫോണില്ലാണ്ട്, അല്ലെങ്കിൽ ഫോൺ യൂസ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ മാറ്റി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നോക്കുക, കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കൺട്രോൾ. ഈ ഒരു 4 months ഞാൻ കൺട്രോൾ ചെയ്യും. എനിക്ക് ഈ ഒരു 4 months ഈ ഒരു മൈൻഡിലെന്ന് പറയുമ്പോൾ എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് മൈൻഡിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മാക്സിമം ഡെയിലി ഒരു വീഡിയോയെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന ആ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിനുള്ളിലുള്ള 30 minutesനുള്ളിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, ആ ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും. ഇത് ഡെയിലി ഒരു വീഡിയോസ് വെച്ച് കണ്ടാൽ ചില ഡേയ്സ് 2 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു വീഡിയോസ് വെച്ച് കണ്ടാൽ തന്നെ അത് നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലുള്ള പ്ലാൻസും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചിരിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു വാശിയോട് കൂടിയിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഓക്കെ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേബിൾ ആവണം എന്നൊക്കെ ചിന്തിക്കുന്ന നിങ്ങൾ മാത്രമേ കാണൂ, അല്ലെങ്കിൽ ഈവൻ പാരൻസൊക്കെ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഒരുപാട് കാലമൊന്നും ഇപ്പോഴത്തെ സൊസൈറ്റിയും കൂടെ വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് കാലമൊന്നും ആരും കൂടെ കാണില്ല. അപ്പം നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.
ഏതെങ്കിലുമൊക്കെ പോർഷൻസ് സ്പെസിഫിക് +1 ആവട്ടെ +2 ആവട്ടെ ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് പോർഷൻസ് നിങ്ങൾക്ക് ഇനി എക്സാമിന് മുന്നേ വേണം, അല്ലെങ്കിൽ ആ ഒരു പോർഷൻസിൻ്റെ മാത്രം ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പോർഷൻ ഭയങ്കര, ഇപ്പോൾ എക്കണോമിക്സ് പറയുകയാണെങ്കിൽ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ക്ലാസ് പ്രൊവൈഡർ ഒരു എൻഗേജ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ടാറ്റാ.